ഗായ്സ്, സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്കിപ്പം ഒരു നേരം കാലം ഒന്നും ഇല്ലാണ്ടായിരിക്കുക അല്ലേ. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഡ്യൂട്ടി സമയം തന്നെയാണ് എൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. 12 hours ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തത്. അപ്പം എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു കാര്യത്തോട് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ സമയമോ നമ്മളെ ക്ഷീണമോ ഒന്നും നമ്മൾ നോക്കില്ലല്ലോ. എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ രേണുസുതി. കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസമായിട്ട് രേണുസുതിയും സുഹൃത്തുക്കളും കാണിക്കുന്ന ഓരോ കോപ്രായം കാണണം. ഇതിനൊക്കെ എന്താ പറയുക, നാഴിക്ക് 40 വട്ടം എൻ്റെ സുധിച്ചേട്ടൻ, ഞാൻ എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് പറയുന്ന ആളാണ്. എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. അത് മാത്രമാണ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ കൂടി മാക്സിമം റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിനൊക്കെ തോന്നിവാസം എന്നല്ലാണ്ട് എന്താ പറയുക. ഇതിനൊക്കെ നല്ലൊരാളെ തന്നെയാണ് കൂടെ കിട്ടിയിരിക്കുന്നത്, അലൻ ജോസ് പെരേര, ഏറ്റവും വലിയ വിവരദോഷി. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മണ്ടന്മാരെയും പൊട്ടന്മാരെയും പറഞ്ഞാൽ പോരെ, കുറേ എണ്ണങ്ങളുണ്ടല്ലോ, അവർ പറഞ്ഞാൽ പോരെ. ആദ്യം നമുക്ക് കൊല്ലത്ത് നടന്ന ചടങ്ങൊന്ന് കാണാം. ആ പയ്യന് കുറച്ച് വിവരമുണ്ട്, എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നറിയാം. അല്ലാണ്ട് രേണുസുതിൻ്റെ വീട്ടിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്, ഡാൻസും കോപ്രായങ്ങളൊക്കെ. ആദ്യം നമുക്ക് അതൊന്ന് കാണാം. ചോട്ടാ മുംബൈ നാളെ റിലീസാണല്ലോ, എല്ലാരും തന്നെ പാടും. ചോട്ടാ മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6-നല്ലേ റിലീസ് അല്ലേ. പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മ നേരം സിരം സിരം പാനത്ത് ഒരു ഇതാണ് വൈഫാണ് എൻ്റെ, നിവിത എന്നാണ് പേര്. ഞാൻ അമ്മു എന്നാണ് വിളിക്കുക. കുറേ വിവാദങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പറയുന്നുണ്ട്, ഞങ്ങൾ 3 പേരും തമ്മിൽ പറയുന്നുണ്ട്. കാരണം ഞാൻ മൂപ്പനെ ഒഴിവാക്കി നടക്കാൻ ലെവലിൽ തന്നെ. എൻ്റെ മോളാണ്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പി ആയിട്ട് ദൈവം സഹായിച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്, ഫാമിലി എല്ലാ ആൾക്കാരും അല്ലേ. അതെ, നീ ഹാപ്പി അല്ലേ? ഞങ്ങളെല്ലാം എന്നെ വീട്ടിലോട്ട് ക്ഷണിച്ചോണ്ടിരിക്കുക, വാ ചേച്ചി ഒരു ദിവസം വായോ എന്ന് പറഞ്ഞ അച്ഛനമ്മയും വിളിച്ച് സംസാരിച്ച് ഒരുപാട് സംസാരിച്ചു. വന്നേക്കണെന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചിക്ക് ഒരു വാരി കൊടുത്തു എന്ന് കൊണ്ടാണ് എൻ്റെ മൈൻഡിൽ. ഞാനൊരു പെങ്ങൾക്ക് വാരി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മൈൻഡാണ്, അല്ലെങ്കിൽ എനിക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് വാരി കൊടുക്കും, അത്രയും ഞാനും കരുതിയിട്ടുള്ളൂ. പക്ഷെ കാണുന്ന ആൾക്കാരുടെ കണ്ണിലെ മഞ്ഞപ്പ് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അത് അത്രേ ഉള്ളൂ. കാരണം എനിക്ക് വൈഫിനെ എന്നെ അറിയാം, എനിക്ക് വൈഫിനെ അറിയാം. അപ്പോൾ സോ ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്. പിന്നെ പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക. അത് മാത്രമേ എനിക്ക് പറയാൻ. സംസാരിക്കാൻ പറ്റിയ ദിവസം, ഈ ദിവസം സംസാരിക്കാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത്. എന്ത് വാട ഇതൊക്കെ, എന്തൊക്കെ കോപ്രായങ്ങളായി കാട്ടിക്കൂട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ആ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലാണ്ട് എന്താ പറയുക. കണ്ടില്ലേ, ഇത്രയും സങ്കടമുള്ള ഒരാളാണ് നേരത്തെ കൈകൊട്ടി ഡാൻസ് കളിച്ച് നമ്മൾ കണ്ടത്. ഇതൊക്കെ ബിഗ് ബോസ് പോകാൻ വേണ്ടി ആയിരിക്കും. ഏകദേശം കൺഫേം ആയി എന്നാണ് അറിഞ്ഞത്. അവിടെ പോയിട്ടും ഇതുപോലെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ ആര് സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും.